പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തിയ സൂചനാ പണിമുടക്ക് ജില്ലയിലെ 2 താലൂക്കുകളിലും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സ്തംഭിപ്പിച്ചു. പങ്കാളിത്ത പെൻഷനെതിരായി സമരം ചെയ്യുന്ന ജീവനക്കാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിലുടനീളം ഇതുപോലെ കോർഡിനേഷൻ ഓഫ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം അവസാനിപ്പിച്ചുകൊണ്ട് പെൻഷൻ തന്നെ ഭാവിയിൽ ഇല്ലാതാക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഏറ്റവും ഒടുവിൽ ത്രിപുര, പശ്ചിമബംഗാൾ, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. ആകാൻ കഴിയൂ എന്നതാണ് വേഗത്തിൽ പറയുന്നതിന്റെ പച്ച മലയാളം. പങ്കാളിത്ത പെൻഷനെതിരെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തിയ പണിമുടക്കിനെ തുടർന്ന് സർക്കാർ ഓഫീസുകൾ നിശ്ചലമായി. CITU, AITC ഉൾപ്പെടെ ഇടതുപക്ഷ സംഘടനകളും BJP അനുകൂല സംഘടനയായ BMS-ഉമാണ് പണിമുടക്ക് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് ഓഫീസ്, ജില്ലാ പട്ടികജാതി ക്ഷേമ ഓഫീസ്, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ഓഫീസ്, സർവേ സൂപ്രണ്ട് ഓഫീസ് തുടങ്ങിയ ജില്ലാതല ഓഫീസുകൾ പണിമുടക്കിനെ തുടർന്ന് നിശ്ചലമായി. കലക്ട്രേറ്റിൽ നാമമാത്രമായ ജീവനക്കാരെ ഹാജരായുള്ളൂ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തിയ സൂചനാ പണിമുടക്ക് ഹോസ്ദുർഗ് താലൂക്കിൽ പൂർണ്ണമായിരുന്നു. സബ് ട്രഷറി, ഹോസ്ദുർഗ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, ഇറിഗേഷൻ തുടങ്ങിയ ഓഫീസുകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. തുറന്ന ഓഫീസുകളിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ വിരലിലെണ്ണാവുന്ന ഉദ്യോഗസ്ഥർ മാത്രമേ ഇവിടെ എത്തിയുള്ളൂ. കൂടുതൽ പേരും പണിമുടക്കിയതായി സംഘടനകൾ അറിയിച്ചു. കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനത്തിന് K. അമ്പാടി, TK രവി, A. പവിത്രൻ, അനിൽകുമാർ, വത്സൻ പിലിക്കോട്, സുധാകരൻ, നരേഷ്, മധുസൂദനൻ, ആൽബർട്ട് എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിൽ നരേഷ് സ്വാഗതം പറഞ്ഞു. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. K. അമ്പാടി യോഗം ഉദ്ഘാടനം ചെയ്തു. പവിത്രൻ, സുധാകരൻ എന്നിവർ സംസാരിച്ചു.